വളരെയധികം വർഷങ്ങളായി മലയാള സീരിയൽ ലോകത്ത് സജീവമാണ് ആദിത്യ ജയൻ. ഒരു സമയത്ത് നിരന്തരം വിവാദങ്ങളിൽപ്പെട്ടിരുന്ന താരം ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടാതെ കരിയറും വ്യക്തിജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ആദിത്യൻ്റെ മുഖത്ത് വന്ന മാറ്റം ചർച്ചയായപ്പോൾ പലരും നടൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ആദിത്യനെ വിമർശിച്ചിരുന്നു. നടി അമ്പിളി ദേവിയുമായുള്ള ദാമ്പത്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവന്നതായിരുന്നു പലരും നടനെ വിമർശിച്ചത്. പലരുടെയും ശാപമാണ് ആദിത്യൻ്റെ മുഖത്ത് വന്ന മാറ്റത്തിന് പിന്നിൽ വരെ കമൻറ്റ് കുറിച്ചവരുണ്ട്. ഇപ്പോഴിതാ തന്നെ അത്തരത്തിൽ വിമർശിച്ചവർക്ക് ആദിത്യൻ മറുപടി നൽകിയിരിക്കുകയാണ്. കുഞ്ഞിനെ നോക്കുന്നില്ല എന്ന വിമർശനത്തിന് നടൻ മറുപടി നൽകി. ആദിത്യൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 5 കുടുംബം എന്നത് മാറി 2ആയി ഇളവ് തന്നവർക്ക് നന്ദി. ഇവിടെ 4 കല്യാണം കഴിക്കുന്നവർ ഇന്നും മണ്ഡപം ബുക്ക് ചെയ്ത് ആട്ടവും പാട്ടുമായി യൂട്യൂബേഴ്സിനെ വിളിച്ചു വരുത്തി അടിച്ചു പൊളിക്കുന്നു, ആഘോഷിക്കുന്നു. 60 വയസ്സിലും പ്രണയിക്കുന്നവർ ഉള്ള കാലത്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുകയാണ്, ഒരു പരാതിയുമില്ലാതെ. ഞാൻ ഒരു വർക്ക് ചെയ്താൽ, ഞാൻ ഒരാളോട് മിണ്ടിയാൽ, ഒരു ഫോട്ടോ ഇട്ടാൽ ഉടൻ വന്ന് പഴയ കഥകൾ പറയുന്നു. എന്തിന്? അത് കഴിഞ്ഞു. അവർ അവരുടെ വഴിക്ക് ജീവിക്കുന്നു, ഞാൻ എൻ്റെ വഴിക്കും. പിന്നെ ഞാൻ ആരുടെയും ആദ്യത്തെ ഭർത്താവൊന്നുമല്ല, അവരുടെ ആദ്യത്തെ കുട്ടിയുടെ അച്ഛനുമല്ല. അതൊക്കെ ഓർത്തു വേണം എന്നെ ഉപദ്രവിക്കാൻ. എൻ്റെ കുട്ടിയെ ഞാൻ നോക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ ഒപ്പം ഉള്ളപ്പോൾ 2 കുട്ടികളെയും, അതായത് എൻ്റെ മോനെയും വേറെ ഒരാളുടെ കുഞ്ഞിനെയും നന്നായി നോക്കിയ ഒരാളാണ്. ഇന്ന് ഞാൻ മാറി നിൽക്കുമ്പോഴും ഞാൻ എന്നെക്കൊണ്ട് ആവും വിധം കുഞ്ഞിന് വേണ്ടത് ചെയ്യുന്നു. അത് പറയേണ്ടത് ആ കുഞ്ഞിൻ്റെ അമ്മയാണ്. ആർക്കെങ്കിലും അറിയണമെങ്കിൽ ചാവറ കോടതിയിൽ ചെന്നാൽ അറിയാം. വായിൽ തോന്നുന്നത് പറയരുത് ആരും. പിന്നെ എൻ്റെ ഈ അവസ്ഥ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് അറിയാം. ഈ അവസ്ഥയിൽ 5 സീരിയൽ ഞാൻ ചെയ്തു. ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും തിരക്കുള്ള ഡയറക്ടർ ബിജു ആരൂർ സംവിധാനം ചെയ്ത സീരിയലിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അത് ഉടൻ ടെലികാസ്റ്റ് ചെയ്യും. സിത്താര എന്നാണ് പേര്. ജോലി ചെയ്യാൻ സമ്മതിക്കൂ. ആരോടും പരാതിയില്ല, ആരോടും ദേഷ്യമില്ല. എനിക്ക് ജീവിക്കണ്ടേ? ഞാൻ ഒന്ന് ജോലി ചെയ്യട്ടെ. പിന്നെ ഇത് കുറേ ആളുകൾ കോണ്ടൻ്റ് ആക്കും, വിരോധമില്ല. കുറേയധികം പേർ കമൻറ്റ് ചെയ്യും, വിരോധമില്ല. വായിൽ തോന്നുന്നത് എല്ലാം പറയും, എനിക്ക് പരാതിയുമില്ല. എൻ്റെ ശരീരത്തിൽ ഏൽക്കാത്ത ഒന്നിനും എതിരെ ഇപ്പോൾ ഞാൻ പ്രതികരിക്കില്ല. പ്ലീസ്, കുറേ ശിക്ഷിച്ചില്ലേ, ജീവിച്ചോട്ടെ. അപേക്ഷയാണ് എന്നായിരുന്നു ആദിത്യൻ്റെ കുറിപ്പ്. 2019 അമ്പിളിയും ആദിത്യനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു. അധികം വൈകാതെ അമ്പിളിക്കും ആദിത്യനും ഒരു മകൻ പിറന്നു. അർജുൻ എന്നാണ് മകന് പേര് നൽകിയിരിക്കുന്നത്. അമർനാഥ് എന്നാണ് അമ്പിളിയുടെ മൂത്ത മകൻ്റെ പേര്. അമ്പിളിയുടെ ആദ്യത്തെ വിവാഹത്തിലുണ്ടായ മകനാണ്. അമ്പിളിയും ആദിത്യനും ഒരു സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷമായിരുന്നു വിവാഹം കഴിച്ചത്. കുഞ്ഞ് പിറന്ന ശേഷം ആദിത്യനുമായി ഒത്തുപോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അമ്പിളി ആ ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു.